ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തു ഭംഗിയാണല്ലേ ഈ അമ്പൽപ്പാടം കാണാനായിട്ട്. നിറയെ അമ്പൽപ്പൂവാണ്. 2-3 ഞാൻ പറിച്ചെടുത്തു. നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ ടീം തപസ്യയുടെ ഓണക്കളികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. ഒത്തിരി പേര് എന്നോട് പറഞ്ഞിരുന്നു അടിപൊളിയായിരുന്നു കളി, നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നു എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. ചിലർക്കാണെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ഇടാൻ അറിയില്ല, ലൈക്ക് ഇടാൻ അറിയില്ല, അതുകൊണ്ടാണ് ഒന്നും തോന്നല്ലേ എന്നൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാത്തിനും സന്തോഷം. അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു ഞങ്ങളുടെ ടീം തപസ്യയുടെ മാത്രമല്ല ഓണക്കളി, കൊടകരയിൽ നിന്നും വന്നിരുന്ന പുനർജനി എന്ന ടീമിൻ്റെ കൂടി ഓണക്കളി അന്ന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ഞാനത് അതിനെക്കുറിച്ചൊന്നും കൊടുത്തിരുന്നില്ല, വീഡിയോ കൊടുത്തിരുന്നില്ല. ഇന്ന് നമുക്ക് അവരുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അപ്പോൾ പുനർജനി എന്ന് പറയുന്ന ആ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50 വർഷത്തിന് മേലെയായിട്ട് അവർ ഈ ഓണക്കളിയൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. എത്ര നമ്മൾ നോക്കുമ്പോൾ അതിൽ 70 വയസ്സിന് മേലെയുള്ള ആൾക്കാർ വരെ അതിൽ കളിക്കുന്നുണ്ട്. അത്ര പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ, അതും പണ്ടത്തെ പാട്ടുകളൊക്കെ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. ഓരോ പാട്ടും ഓരോ കഥയാണ്, നമ്മളിങ്ങനെ കേട്ടിരുന്നു പോവും. അതുപോലെ തന്നെ തകൃതിയായിട്ടാണ് അവർ കളിക്കുന്നത്. ആ കൈ കൊട്ടിയിട്ട് അവർ ചുറ്റി തിരിയുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പരന്ന് പോവും. നമ്മുടെ വീട്ടിലും അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവർക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ വെറുതെ എണീറ്റ് നടക്കുമ്പോൾ തന്നെ തല ചുറ്റും, അല്ലെങ്കിൽ ഇനി പ്രായമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ വീട്ടിലോ നാട്ടിലോ ഒക്കെ ഉണ്ടായിരിക്കും. അവർ ഈ ഓണക്കളി കാണുകയാണെങ്കിൽ അത്ഭുതപ്പെട്ടു പോകും. കാരണം 70 വയസ്സിന് മേലെയുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ കളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുപോലെ ഇവിടുത്തെ നാട്ടുകാർക്കും അവരുടെ കളി ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചാണ് കാണാനായിട്ടുള്ളത്. ബസ്യ ക്ലബിൻ്റെ പരിപാടികൾ തുടങ്ങിയത് മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമയായിട്ടുള്ള അമൃതയുടെ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. വേദിയിൽ വിശിഷ്ട വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുനർജനി എന്ന് പറയുന്ന ആ ടീമിൻ്റെ നേതൃത്വം വഹിക്കുന്നത് തേശ്ശേരി നാരായണൻ ആശാനാണ്. പാതിരാത്രിയോടടുത്ത് പതുക്കെ അന്തപുരത്തിനതുള്ളിൽ പതുക്കെ സൂര്യപ്രഭയ്ക്കൊത്ത തുല്യമോടെ ആദിത്യ പൊന്മകൻ ജാതനായി. കർണങ്ങളിൽ കുണ്ടലം കുഞ്ഞിനുണ്ട്, വർണ്ണിക്കാൻ പറ്റാത്ത പോക്കത്തയുണ്ട്, ഭാസ്കരരശ്മി കൊല്ലുന്നതുണ്ട്, സ്വർണ്ണവർണ്ണ നിറമാണത് കൊണ്ട് ആരെ കണ്ടാലും കോതിച്ചു പോകും. തങ്ക കൊടുത്തു സന്തോഷത്തോടെ അമ്മിഞ്ഞ കൊടുത്തു, എല്ലാരും ചിന്തിച്ചു കുന്തി വിയർത്തു. രാജാതിരാജനാം എന്റെ താരൻ കാര്യമറിഞ്ഞാൽ തകർന്നു പോകും. ആകെ പരാമർശപ്പെട്ടെന്ന് കുന്തി, എന്തു വേണമെന്നു ചിന്തിച്ചു കുന്തി. തോഴിയെ ചാര വെളിച്ചവൾ കുന്തി, പൊട്ടിക്കരഞ്ഞു പറഞ്ഞവൾ കുന്തി. എൻ മകനെ ഞാൻ അതെന്ത് ചെയ്യും, നാട്ടിലറിഞ്ഞാലോ മോശമല്ലേ. ഉള്ളതുമല്ലേ എന്നുകാര്യത്തിൽ തന്നെയല്ലേ, എന്തായാലും നീ പറയാമെന്നല്ലേ എന്നോടതന്നു പറഞ്ഞതുമല്ലേ. ഇന്നെന്ത് വേണ മാതെന്ത് വേഗം എല്ലാവരും ഉള്ളത് കൊണ്ട് നിങ്ങളുടെ സങ്കട
തുറക്കാൻ കണ്ടുകൊണ്ട് മുമ്പേ അതിന് വഴി കണ്ടുകൊണ്ട് പെട്ടിയൊരുക്കി ഞാൻ വച്ചത് കൊണ്ട് കുട്ടിയെ പെട്ടിയിലായി കിടത്തി പെട്ടിയിലോട് കിടേണം. ആദിത്യപുത്രനെ എന്താലോചിച്ചു കണ്ണുനീർ കൊണ്ടവണ്ണം കുളിപ്പിച്ചു. ചരക്കും പോകിയെ പെട്ടിയിൽ വെച്ചു കൽക്കുഞ്ഞിൽ പൊന്നുകത്തുമ്മയും വെച്ചു. പെറ്റമ്മ ചെയ്തോര് ഘോരകൃത്യം അമ്മമാർ കേട്ടാൽ കരഞ്ഞു പോകും. ശ്രവണ തീരത്ത് ആ പെട്ടി തുറന്നവൾ കുഞ്ഞുകുമാരി കുട്ടിയെ പെട്ടിയിൽ നിന്നതെടുത്ത് മുഖം തൊടുത്തവൾ പൊട്ടിക്കരഞ്ഞു. മാറോട് ചേർത്തവൾ വായ്പുണർന്നു. എന്തോ തിരിയന്റെ പൊന്മകനെ മുമ്പ് കരഞ്ഞവൾ വീണു തുമ്പി. പെട്ടി തുറന്നവൾ കുഞ്ഞുകുമാരി കുട്ടിയെ പെട്ടിയിൽ നിന്നതെടുത്ത് മുഖം കൊടുത്തവൾ പൊട്ടിക്കരഞ്ഞു. മാറോട് ചേർത്തവൾ വായ്പുണർന്നു. എന്തോ തിരിയന്റെ പൊന്മകനെ മുമ്പ് കരഞ്ഞവൾ വീണു തുമ്പി. അന്നേരം തോടിയെടുത്തു കുട്ടിയെ നടത്തിയെടുത്ത് കുട്ടിയെ പെട്ടിയിൽ വച്ചവൾ തോടിയെ പെട്ടിയെടുത്ത് നദിയിലിറങ്ങി. വെള്ളത്തിൽ വച്ചവൾ പെട്ടിനല്ലേ ദൂരത്തേക്കായവൾ തള്ളിനല്ലേ. അന്നേരം നോടിയെടുത്തു കുട്ടിയെ നടത്തിയെടുത്ത് കുട്ടിയെ പെട്ടിയിൽ വച്ചവൾ തോടി പെട്ടിയെടുത്ത് നദിയിലിറങ്ങി. വെള്ളത്തിൽ വച്ചവൾ പെട്ടിനല്ലേ ദൂരത്തേക്കായവൾ തള്ളിനല്ലേ. Jaya
സന്തോഷമായ സമാസം കെട്ട് സന്തവാന ശരണ്യന്മാരുടെ നാട്ടുകാരുടെ വരവുണ്ടാകും. അതുകൊണ്ടു പല ദോഷമുണ്ടാകും. ജമിച്ചിടട്ടെ വിധിച്ച വണ്ണം വസിച്ചിടാമല്ലോ ദയ്യം. ഭരതനോട് വിട പറഞ്ഞേ നടന്നു വിട നിന്നേ ദയ്യം. ഭരതനോട് വിട പറഞ്ഞേ നടന്നു വിട നിന്നേ ദയ്യം. വിജനവീതിയിൽ നടന്നിടുമ്പോൾ പല പല കിളി കളനാദങ്ങൾ കുളിരകുന്തളി കണൽ മരങ്ങൾ പല പല ഗന്ധം മലനിരകൾ തരണം ചെയ്യുകയും വരികയും നിര നിര പലതും ദയ്യം. വിജനവീതിയിൽ നടന്നിടുമ്പോൾ പല പല കിളി കളനാദങ്ങൾ അപ്പോൾ ഗോപാമോടെ സീതയുടെ ദേഹം കാവലപ്പോൾ ഗോപാമോടെ സീതയുടെ ദേഹം താതങ്ങളൊക്കെ കണ്ട് കീറിയൊരു നേരം താതങ്ങളൊക്കെ കണ്ട് കീറിയൊരു നേരം കീറിയൊരു നേരത്തപ്പോൾ ചോര കണ്ടു രാമൻ കീറിയൊരു നേരത്തപ്പോൾ ചോര കണ്ടു രാമൻ കോപവും പൂർണ്ണസ്രാവും തോടുത്തു പഞ്ചവടി തൻസാമിത പർണശാല കണ്ടു പഞ്ചവടി തൻസാമിത പർണശാല കണ്ടു ചുവറ്റത്തെ പൂണ്ടുള്ള നിഷ്ഠുരനു വേഗം ആദിച്ചുവറ്റത്തെ പൂണ്ടുള്ള നിഷ്ഠുരനു വേഗം ലക്ഷ്മി തക്കൃകട ആ ലക്ഷ്മി തന്റെ ചാരേ വന്നു കണ്ടു സീതാദേവി ഈ ലക്ഷ്മി തന്റെ ചാരേ വന്നു കണ്ടു സീതാദേവി ഈ ഇഷ്ടമം ഫലമൂലങ്ങൾ നൽകിയപ്പോഴോഗി ഈ ഇഷ്ടമം ഫലമൂലങ്ങൾ നൽകിയപ്പോഴോഗി സത്വരം വേടിഞ്ഞു മറ്റു വാർത്തകളും ചൊല്ലി ഈ സത്വരം വേടിഞ്ഞു. ഇന്നത്തെ ഈ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.